ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും നാനാപദാർത്ഥങ്ങളിലേക്കും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക എന്നതാണ് മനസ്സിൻ്റെ സ്വഭാവം. ഈ മനസ്സിൻ്റെ സ്വഭാവത്തിന് നാം വിട്ടുകൊടുത്താൽ നാം മനസ്സിൻ്റെ അടിമയാകും. മനസ്സിൻ്റെ അടിമയായി കഴിഞ്ഞാൽ മനസ്സ് നമ്മെ പലതരത്തിലുള്ള വിപത്തിലും കൊണ്ടുപോയി ചാടിക്കും. അതിനാൽ ആ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ മനസ്സിൻ്റെ അടിമത്വത്തിൽ നിന്നും നാം മോചിതരാകണം. മനസ്സിനെ നാം അടിമയാക്കി മാറ്റണം. നമ്മുടെ ഇച്ഛപ്രകാരം മനസ്സ് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അപ്പോൾ മാത്രമേ മനസ്സിൻ്റെ നേരെ നമുക്ക് ആധിപത്യം ഉണ്ടാവുകയുള്ളൂ. അതിനാൽ മനസ്സ് എപ്രകാരമാണ് കാണിക്കുന്നത് എന്ന് വിവരിക്കുന്നു. രാഗവും ദ്വേഷവും തുപ്പി ലോകം മലിനമാം വിധം ഓടും മനസ്സിനെ തെല്ലും അടക്കിയിടാതെ മനുഷ്യർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തുകൾക്കും കാരണം ഈ മനസ്സിൻ്റെ രാഗദ്വേഷങ്ങളാണ്. രാഗവും ദ്വേഷവും തുപ്പി എപ്പോഴും രാഗദ്വേഷങ്ങൾ വമിച്ചുകൊണ്ടാണ്. വെഞ്ഞാറമൂടിൽ ഒരൊറ്റ പയ്യൻ 5 പേരെ നിർദാക്ഷിണ്യം ചുറ്റിയെ കൊണ്ടടിച്ചു കൊന്നു എന്ന വാർത്ത എല്ലാവരെയും അമ്പരപ്പിച്ചതാണ്. എന്താണിതിന് കാരണം? മനസ്സിൻ്റെ നിയന്ത്രണമില്ലായ്മ, മനസ്സിൻ്റെ സ്വാധീനമില്ലായ്മ. ആ മനസ്സ്വാധീനം ഉണ്ടെങ്കിൽ തനിക്കും സുഖമാണ്, മറ്റുള്ളവർക്കും സുഖമാണ്. എന്നാൽ ആ കുടുംബം മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി, നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണിപ്പോൾ. അതാണ് രാഗവും ദ്വേഷവും തുപ്പി. രാഗം എന്നാൽ ചില വസ്തുക്കളോടൊക്കെ ഇഷ്ടവും, ദ്വേഷം എന്നാൽ ചില വസ്തുക്കളോടൊക്കെ അനിഷ്ടവും. ഇത് വമിച്ചുകൊണ്ടാണ് ഏത് മനുഷ്യനും ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നത്. അതാണ് ലോകത്തെ മലിനമാക്കുന്നത്. ലോകത്തിലെ എല്ലാവർക്കും ദുഃഖകാരണമായി ഭവിക്കുന്നത് മനസ്സിൻ്റെ മാലിന്യം കൊണ്ടാണ്. അതാണ് പണ്ടത്തെ തീവണ്ടി കൽക്കരി കത്തിച്ച് പുക തുപ്പിക്കൊണ്ടു പോകുന്ന തീവണ്ടിയെപ്പോലെ രാഗദ്വേഷങ്ങൾ തുപ്പിക്കൊണ്ടാണ് ചില മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഗവും ദ്വേഷവും തുപ്പി ലോകം മലിനമാം വിധം ഓടും മനസ്സിനെ തെല്ലും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ അല്പം പോലും അടക്കിയിടാതെ മനുഷ്യർ ഇന്ന് ജീവിക്കുന്നു. ആ മനസ്സിനെ അടക്കാനുള്ള അഭ്യാസമാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സിനെ അടക്കിയില്ലെങ്കിൽ ലോകത്തിനും ആ വ്യക്തിക്കും ദുഃഖം മാത്രമേ ഉണ്ടാവൂ. ലോകത്തെ അവർ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. ലോകത്തിനും തനിക്കും ദ്രോഹം മാത്രം ചെയ്യുന്നതാണ് ഈ രാഗദ്വേഷങ്ങൾ തുപ്പി അടക്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമ എന്ന് പറയുന്നത്. അതിനാൽ നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കേണ്ടത് ലോകത്തിനും നമുക്കും അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ടാണ് രാഗവും ദ്വേഷവും തുപ്പി ലോകം മലിനമാം വിധം ഓടും മനസ്സിനെ തെല്ലും അടക്കിയിടാതെ മനുഷ്യർ. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കേണ്ടത് ഒരത്യാവശ്യ ഘടകമാണ്. അതിന് തക്കതായ ശിക്ഷ കൊടുത്ത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള പ്രേരണ നൽകുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലോകത്തിനും വ്യക്തിക്കും ഇവിടെ നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നാം എപ്പോഴും മനനം ചെയ്യേണ്ട ഒരു സുഭാഷിതം ആണിത്. വീണ്ടും വീണ്ടും നാം ചിന്തിച്ച് ഇതിൻ്റെ പൊരുൾ മനനം ചെയ്ത് മനസ്സിനെ സ്വാധീനമാക്കേണ്ടതാണ്. രാഗവും ദ്വേഷവും തുപ്പി ലോകം മലിനമാം വിധം ഓടും മനസ്സിനെ തെല്ലും അടക്കിയിടാതെ മനുഷ്യർ.